ഈശോയെ പ്രിയമുള്ളവരെ, വിവാഹമോചനങ്ങളെ ദൈവം സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ വിശ്വസിക്കാനും പഠിപ്പിക്കാനും പാടുള്ളൂ. അങ്ങനെ പറയുന്നതിൻ്റെ കാരണം അതിന് ഏതെങ്കിലും തരത്തിൽ വിവാഹമോചനം നേടാൻ പാടില്ലാത്ത ദമ്പതികൾ ഇത് ഇങ്ങനെയൊക്കെ കേട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് തെറ്റായ ഡിസിഷനുകൾ എടുക്കരുത് എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ വിവാഹമോചനത്തിനെ നഖശിഖാന്തം നമ്മൾ എതിർക്കുന്നത്. കാരണം അതൊരു പോസിറ്റീവ് സമൂഹത്തിൽ വരാൻ പാടില്ല. കാരണം അത് ഒരുപാട് പേരുടെ ജീവിതങ്ങളെ ബാധിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ്. വിവാഹമോചനം പക്ഷെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഹാൻഡ് ആണ്. അത് വ്യക്തികളുടെയും കയ്യിൽ നിന്ന് പോയി, അത് മതത്തിനും അതിനൊരു ലിമിറ്റിനപ്പുറത്തേക്ക് അതിൽ ഇടപെടാൻ പറ്റാത്തത് അത് വേസ്റ്റ് ആയിട്ടുണ്ടാവും, വളരെ മോശം കണ്ടീഷനിലായിട്ടുണ്ടാവും. അത് മനുഷ്യന്മാരുടെ ജീവിതങ്ങളിൽ നിന്നും മാറ്റമുണ്ടായിട്ടുണ്ടാവും. ജെനുവിൻ അല്ലാത്ത അഡ്ജസ്റ്റ്മെൻറ്റിൽ ഹൃദയമില്ലാത്ത ബന്ധങ്ങൾ, അതായത് വെറുതെ ഇങ്ങനെ അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചു പോകുന്ന ബന്ധങ്ങൾ ഒരുപാട് കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതായത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, മറ്റുള്ളവരുടെ മുമ്പിൽ, സൊസൈറ്റിയുടെ മുമ്പിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, നമുക്ക് യാഥാർത്ഥ്യം ജീവിക്കണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു ദൈവം, ഞാൻ സത്യസന്ധമല്ലാതെ ജീവിച്ചാൽ എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. അതായത് അതൊരു പാപമാണെന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരു ദൈവമാണ്. അപ്പം അഭിനയിക്കുക എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ കാപട്യത്തോടെ ഫേക്ക് ചെയ്ത് കുടുംബജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഗതിയല്ല. അതിലെന്തുമാത്രം ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളത് സംശയമാണ്. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ ഉപദേശിക്കുമ്പോഴും പലരും പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. 10 വർഷമായി ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, പക്ഷെ അവരൊന്നിച്ചാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുന്നത് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് മുമ്പിൽ അവരെ ക്രോസ് വിസ്താരങ്ങൾ ഉണ്ടാവില്ല, അധികം ചോദ്യോത്തരങ്ങൾ ഉണ്ടാവില്ല. മറ്റൊന്ന് കുട്ടികൾക്ക് വേണ്ടി അവർ സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്നു. ചില കേസുകളിൽ ഈ കുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് ദൈവം കാണും. ദൈവം നമ്മളെ കുറിച്ചല്ല, കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ കുറിച്ചാണ് ദൈവം കൂടുതൽ ചിന്തിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് ദൈവം പിന്നെ മറ്റുള്ളവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ഭാവിക്കാണ് ദൈവം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ശതമാനം, ഒരു വലിയ സമയം വരെ, വലിയ മെജോറിറ്റി കേസസിലെല്ലാം ഈ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് നമ്മൾ ഈ റിലേഷൻഷിപ്പിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ദൈവം പറയുന്നുണ്ട്. അത് മാത്രമല്ല, മനുഷ്യനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവൻ്റെ ബ്രെയിൻ പറയുവാണ് എന്നെ കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞാലും ദൈവം പല രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിനെയും തലച്ചോറിനെയും ചിന്തകളെയും ഒക്കെ മാറ്റിയിട്ട് അവനിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാക്കുന്നുണ്ട്, അവന് മാനേജബിൾ പറ്റുന്ന തരത്തിലാക്കുന്നുണ്ട്. അപ്പം അങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. അപ്പം അതായത് ദൈവം അവസാനം വരെയും ഈ റിലേഷൻഷിപ്പുകളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാൻ പറയുന്നുണ്ട്, മക്കളെ ഓർത്തുകൊണ്ട് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു സൈഡാണ് ശുദ്ധീകരണം, നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണം, ആ വ്യക്തിയുടെ ശുദ്ധീകരണം. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ നന്നായി ജീവിക്കുക, അപ്പോൾ അത് കണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ മാനസാന്തരപ്പെട്ടാലോ, അയാൾക്കൊരു മാറ്റം വന്നാലോ, അത് സ്ത്രീയാണേലും പുരുഷനാണേലും മാറ്റം വന്നാലോ എന്ന് പറയുന്നുണ്ട്. ഇനി ചിലർക്ക് മാറ്റം വന്നാലും മാറ്റം വന്നില്ലെങ്കിലും മരണം വരെ ഈ കുരിശെടുക്കാനുള്ള ഒരു കൃപയുണ്ട്. അവരോടൊപ്പം നമ്മൾ പറയുകയാണ്, ചേച്ചി എന്തിനാ ഈ അടിയും കുത്തൊക്കെ കൊണ്ട് നിൽക്കണേന്ന് ചോദിച്ചാൽ അവർ പറയും, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെ നിൽക്കുള്ള മോളെ എന്ന് പറയും. അല്ലെങ്കിൽ അവർക്ക് അത് ആണ് ഓക്കെയാണ്, അവർക്കത് ഓക്കെയാണ്. അപ്പോൾ ആ സിറ്റുവേഷനിലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റും. അവർക്ക് ഓക്കെയാണ്, അത് ദൈവം അവർക്ക് കൃപ കൊടുത്തിട്ടുണ്ട്, കാരണം അവരുടെ കൂടെ ദൈവം അവരായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 95% വിവാഹമോചനത്തിൻ്റെ കാര്യത്തിലോ സെപ്പറേഷൻ്റെ കാര്യത്തിലോ മാക്സിമം ദൈവം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടാതെ നെഗറ്റീവായി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ദൈവം ഇടപെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എനിക്ക് ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഞാൻ ഒന്നിനെയും, ഇതെനിക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. എപ്പോൾ പറഞ്ഞപ്പോഴും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓഡിയൻസിൽ ചിലർ, അതായത് നിങ്ങളിൽ പലർക്കും സഹിക്കുക എന്ന് പറയുന്നിടത്താണ് അപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിനാണെന്ന്. പക്ഷെ ചിലർക്ക് ഞാൻ സഹിക്കുക എന്ന് തന്നെ പറയുമ്പോൾ അവർക്ക് തോന്നും, അവർക്കത് തോന്നുന്നില്ല, അവർക്കത് അത്ര സന്തോഷമില്ല കേൾക്കുമ്പോൾ. കാരണം അവർ ഓൾറെഡി സഹിച്ച് നരകിച്ച് ജീവിക്കുകയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഹൃദയം വിശുദ്ധമായി സൂക്ഷിക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുകയാണെങ്കിലും, സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവാണെങ്കിലും, മക്കൾക്ക് വേണ്ടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിലും നിങ്ങളുടെ ഹൃദയം കാപട്യം നിറഞ്ഞതാവാൻ പാടില്ല. ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയെന്ന് വിചാരിക്കുക, സപ്പോസ് ഒരു ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാമെന്ന് വിചാരിക്കുക, ഞാൻ ഹൃദയം കൊണ്ട് എനിക്ക് പറ്റണില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല, എനിക്ക് ഓക്കെ അല്ല, പക്ഷെ ഞാൻ ഫേക്ക് ചെയ്യാം, ഞാൻ ഉള്ളിലൊന്നുമില്ല, എനിക്ക് ഈ ആളുമായിട്ട് യാതൊരു ബന്ധമില്ല, പക്ഷേ മറ്റുള്ളവരുടെ സംതൃപ്തിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഇതിന് വേണ്ടി ഞാൻ ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് പതുക്കെ ഈ നമ്മളെന്ന വ്യക്തിയുടെ മൊത്തം ക്വാളിറ്റി ഇത് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതായത് നിങ്ങൾക്കൊരു നല്ല ഹൃദയം ഉണ്ടായിരുന്നു,
നിങ്ങൾ സഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൃദയമുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഞെരുക്കത്തിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഹൃദയമുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു സത്യസന്ധത ഉണ്ടായിരുന്നു. അവനവനോട് തന്നെ ഒരു സത്യസന്ധത ഉണ്ട്. നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പം അന്നേ ദിവസം നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ദൈവമേ ഞാനൊന്നും നിനക്ക് നിരക്കാത്തത് ചെയ്തിട്ടില്ല ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രഗിളുകൾ മൂലം നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഈ റിലേഷൻഷിപ്പിനെ ഫേക്ക് ചെയ്തിട്ട് മറ്റുള്ളവരോട് തമ്മിൽ ഓക്കെ ആകും, എനിക്ക് ഓക്കെ ആവുന്നില്ല ഈ റിലേഷൻഷിപ്പ്, പക്ഷേ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല, നാട്ടുകാർ പലതും പറയും, അപ്പോൾ ഓക്കെ ഞാൻ ഫേക്ക് ചെയ്തിട്ട് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുക എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പതുക്കെ ഈ റിലേഷൻഷിപ്പ് മാത്രമല്ല ഫേക്കായിട്ട് നിങ്ങൾ ആവുന്നത്. നിങ്ങളുടെ ഇടപെടലുകൾ ഫേക്ക്, കാപട്യം നിറഞ്ഞതാണ്, സത്യസന്ധത ഇല്ലാതാകുന്നു. നിങ്ങളെന്നെ വ്യക്തിപൂർണ്ണമായും സത്യസന്ധത ഇല്ലാതാകുന്നു. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോലും പരിചിതമല്ലാത്ത ഒരാളായിട്ട് മാറുവാണ്. നിങ്ങളുടെ എല്ലാ ക്വാളിറ്റീസും നന്മയും നഷ്ടപ്പെടുവാണ്. നിങ്ങൾ മറ്റുള്ളവരോട് ക്രൂവലായിട്ട് പെരുമാറാൻ തുടങ്ങുകയാണ്. നിങ്ങൾ മറ്റുള്ളവരോട് സത്യസന്ധമല്ലാതെ പെരുമാറാൻ തുടങ്ങുകയാണ്. നിങ്ങൾ എല്ലായിടത്തും ഈ റിലേഷൻഷിപ്പിൽ തൽക്കാലം ഫേക്കായിട്ട് പോവാം, നാട്ടുകാരെ ബോധിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന നിങ്ങൾ എല്ലാ ബന്ധങ്ങളിലും ഫേക്കാണ്. മക്കളോട് പോലും നിങ്ങൾക്ക് ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തിലായിരിക്കാൻ പറ്റണില്ല. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ അതായത് ഒരു ശരിയല്ലാത്ത കാര്യം, തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ശരിയല്ലാത്ത കാര്യം ചെയ്യുമ്പോൾ അത് ചിലർക്ക് ചിലപ്പം ഓക്കെ ആയിരിക്കാം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഞാൻ ശരിയല്ലാത്തൊരു കാര്യം ചെയ്യുന്നത്, അതായത് ആ റിലേഷൻഷിപ്പിൽ എനിക്ക് ഓക്കെ അല്ല, അത് ഞാൻ അഭിനയിക്കുക. അപ്പം ഓവറായിട്ടും അഭിനയിക്കുന്നവരുണ്ട്. ഇത് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയായിരിക്കും നമ്മുടെ മക്കൾക്കും കാര്യങ്ങളൊക്കെ വേണ്ടി. പക്ഷെ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ പൊള്ളയാവുന്ന പോലത്തെ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുവാണ്. പിന്നെ ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ഒരു അൾത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഹൃദയം കാണാനില്ല. കാരണം ഇവിടെ നമ്മൾ ഫേക്കായി കാപട്യം നിറഞ്ഞ ജീവിതം ജീവിച്ച് നമ്മളെന്ന വ്യക്തി ഒരു കംപ്ലീറ്റ് ഒരു പൊള്ളയായ ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനുകളിൽ വാട്ട് ഈസ് ദ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞ എൻ്റെ ഒരു സിറ്റുവേഷനിൽ, എൻ്റെ റിലേഷൻഷിപ്പ് സ്ട്രഗിൾസിൽ ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് സത്യസന്ധമായി ജീവിക്കുക എന്നതാണ്. ജെന്യുവിനിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. ഈ ജെന്യുവിനിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിവാനിറ്റി ആയിട്ട് കണക്ട് ആവാൻ പറ്റില്ല. അത് നമുക്ക് തോന്നും ചെറുതായിട്ടൊന്ന് ഫേക്ക് ചെയ്യാൻ കാര്യങ്ങളെ നമുക്ക് തോന്നിയാലും ദൈവത്തിന് ഈ സത്യസന്ധരല്ലാത്ത മനുഷ്യരുമായിട്ട് കണക്ട് ആവാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പറയുന്നത് ന്യായമായിട്ട് തോന്നാം, നാട്ടു നടപ്പാണ്. അതായത് നമ്മൾ ഒരു റിലേഷൻഷിപ്പിലോ നിങ്ങൾ നാട്ടുകാരുടെ മൊത്തം വീട്ടിലെ പ്രശ്നം ഉണ്ടെന്ന് പറയണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ ഒരു ഹൃദയത്തിൽ നിങ്ങൾ ഒരുപാട് ഈ കാര്യത്തിനെ സ്നേഹമില്ലെങ്കിലും സ്നേഹം അഭിനയിക്കുന്നു. അതിനും ഭേദം നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുന്നതല്ലേ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു. നിങ്ങൾ മാസങ്ങൾ അതായത് സമൂഹത്തിന് മുമ്പിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ കസിൻസിൻ്റെ മുമ്പിലൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് പോയിരിക്കുന്നു, ഗിഫ്റ്റ്സ് മേടിച്ച് കൊടുക്കുന്നു. നിങ്ങളിതെല്ലാം ഫേക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹൃദയവുമായിട്ട് ചേർന്നിരിക്കുന്നില്ല ആ വ്യക്തിയുമായിട്ട്. നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഫേക്കായി തിന്മയ്ക്ക് തുറന്നിടുന്ന ഒരു വാതിലായി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന ഈ ടെക്നിക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹൃദയം തിന്മ നിറഞ്ഞതാകുന്നു. എനിക്കിത് ഫീൽ ചെയ്തൊരു കാര്യം, പല പാപങ്ങളിൽ നിന്നും നമ്മൾ നിന്ന് നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം ഇരുട്ടിൻ്റെ ഒരുപാട് ഇരുട്ടിൻ്റെ വള്ളികൾ ഇങ്ങനെ, ഒരുപാട് ഇരുട്ടിൻ്റെ ഒരു അനുഭവം ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മുടെ ഹൃദയത്തിന് ഇങ്ങനെ മൂടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്വാളിറ്റീസും നഷ്ടപ്പെടുന്നു, എല്ലാ നന്മയും നഷ്ടപ്പെടുന്നു. ഹൃദയത്തിൽ നന്മയില്ലാത്ത ഒരാളായി കഴിഞ്ഞാൽ അതായത് എൻ്റെ ആത്മാവ് ഇരുട്ടിലായി പോകുന്നു. ഞാനൊരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു രീതിയാണ്, പക്ഷേ എൻ്റെ ആത്മാവ് നശിച്ചു പോകുന്ന പോലെ തോന്നുന്നു. എൻ്റെ ആത്മാവ് ഇരുട്ടിലായി പോകണ പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം, എൻ്റെ ആത്മാവിന് പകരമായി ഞാൻ എന്ത് കൊടുക്കും? ഒന്നും കൊടുക്കാൻ പറ്റില്ല. എനിക്ക് മറ്റേ ആളെ രക്ഷിക്കണം, എനിക്ക് മറ്റേ ആളെ സഹായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഒരിക്കലും അയാളെ ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അയാളുമായിട്ട് അതല്ല ഞാൻ പറയുന്നത്. മറിച്ച് നിങ്ങളുടെ ആത്മാവിൻ്റെ അവസ്ഥ ഇടയ്ക്കൊന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്ക് ദൈവം തന്ന സഹനമാണെങ്കിൽ അത് നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയേ ചെയ്യൂ. അതായത് അത് സഫറിങ്ങിൻ്റെ അങ്ങേ അറ്റത്തായിട്ട് നിൽക്കുന്ന കാര്യമാണെങ്കിലും നിങ്ങളുടെ ആത്മാവിൽ ഒരു ഇരുട്ട് വരില്ല. ഗോഡ് വിൽ പ്രൊട്ടക്റ്റ് യുവർ സോൾ. ബട്ട് നിങ്ങൾ ശരിയായ ഡിസിഷനുകൾ എടുക്കാത്തത് കൊണ്ട്, തെറ്റായ ഡിസിഷൻ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ എടുക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ആത്മാവ് പതുക്കെ ഇരുട്ടിലായി പോകുന്നുണ്ടോ? നിങ്ങളുടെ സോള് നശിച്ചു പോകുന്നുണ്ടോ? നിങ്ങൾ സ്വയം നശിച്ചു പോകുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം പോലും കണ്ണടയിൽ നോക്കാൻ പറ്റാത്തത് നിങ്ങൾ നശിച്ചു പോകുന്നുണ്ടോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനെ എന്ത് വെല്ലുവിളി ഏറ്റെടുത്തും നിങ്ങളുടെ ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ദൈവം അവിടെയാണ് വസിക്കുന്നത്, അത് അൾത്താരയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസാന്നിധ്യം പോയാൽ പിന്നെ നിങ്ങൾ ആരുടെ ഭാര്യയായിട്ടും ഭർത്താവായിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ ജീവിതത്തിന് അർത്ഥപൂർണ്ണതയിൽ ജീവിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രൊട്ടക്റ്റ് യുവർ ഹാർട്ട്. ഓക്കെ, നിങ്ങൾ സഫർ ചെയ്യുക, നേരെ ചൊവ്വേ സഫർ ചെയ്തോ.
നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ചൊവ്വേ സഫർ ചെയ്തോ. നിങ്ങൾ സഫർ ചെയ്യുന്ന കാര്യത്തെ ഫേക്ക് ആക്കേണ്ട കാര്യമില്ല. എനിക്ക് സഫറിങ് ഉണ്ടെങ്കിൽ സഫറിങ് ഉണ്ട്, എനിക്ക് അഡ്ജസ്റ്റഡ് ആവുന്നില്ലെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റഡ് ആവുന്നില്ല. ഞാൻ കുറച്ച് മാസങ്ങൾ എൻ്റെ റിലേഷൻഷിപ്പിൽ പരീക്ഷിച്ചൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ പതുക്കെ എംപത്തി കുറഞ്ഞു വന്നു. പതുക്കെ ക്രുവാലിറ്റി കൂടുന്ന പോലെ തോന്നി. പതുക്കെ ആരോടും ഒരു ബന്ധമില്ല, എല്ലാ കാര്യത്തിലും ഫേക്ക് ആവാൻ തുടങ്ങുന്ന പോലെ. ഹൃദയം പതുക്കെ മരവിച്ച് തുടങ്ങിയതുപോലെ, ഹൃദയം ഇങ്ങനെ ശിലാതുല്യമാക്കി എന്ന് പറയണ പോലത്തെ ഒരു അവസ്ഥ. ഞാനെന്ന വ്യക്തി തന്നെ ഇതാണോ ഞാനെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ദെൻ ഐ ഡിസൈഡഡ് ടു ടേക്ക് എ ബ്രേക്ക്. എനിക്കൊരു ബ്രേക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയ ഒരു സിറ്റുവേഷനാണ്. നിങ്ങളെ ഹൃദയത്തെ കേൾക്കണം, ഹൃദയത്തെ അനുസരിക്കണം. മനുഷ്യരെല്ലാം കാഴ്ചക്കാരാണ്, ഞാൻ ഉൾപ്പെടെ നിങ്ങളുടെ ലൈഫിൻ്റെ കാഴ്ചക്കാരാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എനിക്ക് ഉൾപ്പെടെ ഒന്നും വന്ന് ചെയ്തു തരാൻ പറ്റില്ല. നിങ്ങളാണ് ചെയ്യേണ്ടത്. സഹിക്കുന്ന ചില മനുഷ്യന്മാരെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അവരുടെ കൂടെ നമ്മളും പോയി മരിക്കേണ്ട കാര്യമില്ല. രക്ഷിക്കാൻ പറ്റാത്ത ഇരുട്ടിൽ പോകേണ്ട കാര്യമില്ല. ചില മനുഷ്യരെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ലായിരിക്കും. അവർ ദൈവം രക്ഷിക്കട്ടെ, അവർ വിട്ടുകൊടുക്കുക, അവർ ദൈവം രക്ഷിക്കട്ടെ. ചില മനുഷ്യന്മാർ ഒരു കാര്യം തിരുത്തില്ലായിരിക്കും. അവരെ നോക്കി ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. അവർ എപ്പോഴാണെന്ന് വെച്ചാൽ തിരുത്തുകയോ നന്നാവുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്യട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ട് കൂടെ ഇരിക്കണം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. നിങ്ങളുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പണവും എല്ലാം തൊലച്ച് ഈ വ്യക്തിക്ക് വേണ്ടി, അയാളെ രക്ഷിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഉറപ്പ് വരുത്തണം അത് നിങ്ങൾ നശിക്കാൻ കാരണമായി മാറാൻ പാടില്ല. അതായത് ഒരു ആത്മാവിനെ പിശാച് പിടിച്ചു വെച്ചിട്ട് നിങ്ങളോട് ബാർഗെയിൻ ചെയ്യുവാണ്. അപ്പം നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു, നല്ല കാര്യമാണ്, നിങ്ങൾ ശ്രമിക്കണം. പക്ഷെ പിശാച് അവസാനം ബാർഗെയിനിൽ നിങ്ങൾ തോറ്റുപോയിട്ട് അവസാനം നിങ്ങളുടെ ആത്മാവും അയാളുടെ ആത്മാവും കൂടെ ഒന്നിച്ച് പിശാച് കൊണ്ടുപോകുന്ന ഒരു കണ്ടീഷനിൽ നിങ്ങൾ എത്തരുത്. ഇത് ഞാൻ പറയുമ്പോൾ ഒരുപാട് പേര് എൻ്റെ കൂടെ നിൽക്കില്ല, എനിക്കറിയാം. ബട്ട് എനിക്ക് തോന്നുന്നു ഇഫ് യു നീഡ് എ ബ്രേക്ക്, ടേക്ക് ഇറ്റ്. ഇത് നിങ്ങളുടെ ലൈഫല്ലേ, നിങ്ങളുടെ ലൈഫല്ലേ. സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടണം വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവസ്വരം കേൾക്കാൻ വേണ്ടി കുറച്ച് നാളൊന്ന് മാറി നിൽക്കണമെന്ന് തോന്നുവാൻ, ഐ ഡോണ്ട് നോ വാട്ട് വിൽ ബി ദ കോംപ്ലിക്കേഷൻസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ബ്രേക്ക് ഈസ് ഓക്കെ എന്നെനിക്ക് തോന്നുന്നു ചില സമയങ്ങളിൽ. പിന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണോ ചില മനുഷ്യരെന്നുള്ളത് ഒന്ന് ആലോചിച്ച് ഉറപ്പ് വരുത്തുക. അതിനുവേണ്ടി നിങ്ങൾ വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മാറ്റമില്ല എങ്കിൽ പിന്നെ തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കണം. ഇതൊരു പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ദൈവത്തിന് എല്ലാ ആത്മാക്കളും പ്രിയപ്പെട്ടത് തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിൻ്റെ സോളും പ്രിയപ്പെട്ടത് തന്നെയാണ്, നിങ്ങളുടെ സോളും പ്രിയപ്പെട്ടത് തന്നെയാണ്. അതിപ്പോൾ നിങ്ങൾ ആരാണെങ്കിലും. സ്വയം നശിക്കരുത്. സ്വയം നശിച്ചുകൊണ്ട് ആരെയും രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മുമ്പ് ഒരുപാട് ചിന്തിക്കണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇനി മക്കളെ കുറിച്ചാണ് നിങ്ങൾ ആകുലപ്പെടുന്നതെങ്കിൽ മക്കളെ തന്നത് ദൈവമല്ലേ. അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി കാണുമല്ലോ. അപ്പോൾ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം എന്താണെന്ന് ചെയ്യട്ടെ. കർത്താവാണ് നിൻ്റെ ഭർത്താവെന്നോ അല്ലെങ്കിൽ കർത്താവാണ് എൻ്റെ കാവൽക്കാരനെന്നോ, കർത്താവിനെല്ലാം പോറ്റാൻ പറ്റുമെന്നേ മനുഷ്യർ. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ ഹൃദയം നഷ്ടമാകാതെ സൂക്ഷിക്കണം. ഹൃദയം നഷ്ടമായ പിന്നെ മനുഷ്യനെ കൊണ്ട് ഒന്നിനും കാര്യമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ സോളാണത്. ദൈവം അവിടെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെടും. അൽത്താരി ഇല്ലാത്ത ദേവാലയം എന്തിനു കൊള്ളാം? അതുപോലെ തന്നെയാണ് ഹൃദയമില്ലാത്ത മനുഷ്യനെ ഒരു കാര്യം ഉണ്ടാവില്ല. ദൈവം നല്ല അനുഗ്രഹിക്കട്ടെ. ആമേൻ.